ഉള്ളത് പറയാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നാണക്കേടിന്റെ പടുകുഴിയിലാക്കുന്ന നാടകമാണ് കേരള സർവകലാശാലയിൽ അരങ്ങേറുന്നത്. ചാൻസലറായ ഗവർണറും VC-മാരും ഒരു വശത്തും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടത് ജീവനക്കാരും മറുവശത്തും ചേർന്ന് പോരടിക്കുന്നു. വെളിയിൽ നിന്ന് SFI ഗവർണർക്കും VC-ക്കുമെതിരെ, സർക്കാരും ഗവർണർ VC ടീമിനെതിരെ. സർവകലാശാല സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് ഗവർണറുടെ പരിപാടി സംഘടിപ്പിച്ചതിലുള്ള വിവാദമാണ് കൈവിട്ടുപോയത്. സംഘാടകര് ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. ആ പടം ഇതിനകത്ത് നമ്മുടെ ഒരു നിയമപരമായോ മതപരമായോ രാഷ്ട്രീയമായോ മറ്റാചാരങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഈ സെനറ്റ് ഹാള് കൊടുക്കുമ്പോൾ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത്. എനിക്കറിയില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. I disagree with everything that you say, but I would rather die in defending your right to say it. I would rather die in defending your right to say it. I must be allowed to speak. You must be allowed to speak. Those sitting in the power, they must be allowed to speak. There has to be there. But why this confrontation? When I came to Kerala, I publicly said, it is not my nature to have confrontation every time. But confrontation, not having confrontation, doesn't mean that I will be compromising. ഭാരതാംബ ചിത്രവുമായി ഗവർണർ വിളക്ക് കൊളുത്തിയ പരിപാടി നടക്കുകയും ചെയ്തു. ഗവർണർ വരരുതെന്ന് രാജ്ഭവന് കത്ത് നൽകിയ രജിസ്ട്രാർ സസ്പെൻഷനിലുമായി. ഗവർണറെ വിലക്കിയ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അങ്ങനെ ഇടതുപക്ഷത്തായി. രജിസ്ട്രാറെ രക്ഷിക്കാൻ ഇടതുപക്ഷം അരയും തലയും മുറുക്കിയെത്തി. സർവകലാശാല സംഘപരിവാർ കേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപനം. രജിസ്ട്രാറെ തടയാൻ ആർക്കും കഴിയില്ല. നിയമപരമായി നിയോഗിക്കപ്പെട്ട രജിസ്ട്രാർ നിയമപരമായി തുടരും. ആർക്കും രജിസ്ട്രാറെ തടയാൻ കഴിയില്ല. ഒരു ഉദ്യോഗസ്ഥരെ ഒരാൾക്കും തടയാൻ കഴിയില്ല. രജിസ്ട്രാറെ സിൻഡിക്കേറ്റാണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് അദ്ദേഹം ഇവിടെ പ്രവേശിച്ചിരിക്കും. ഒരാൾക്കും അത് തടയാൻ കഴിയില്ല. സിൻഡിക്കേറ്റിന്റെ ഡിസിഷൻ നിലനിൽക്കുമ്പോൾ സിൻഡിക്കേറ്റിനെ ഓവർ റൂൾ ചെയ്യാൻ ഒരു വൈസ് ചാൻസലർക്കും അധികാരമില്ല. സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇവിടെ ഉണ്ട്. ഒരു സെക്യൂരിറ്റിക്കും അധികാരമില്ല. സെക്യൂരിറ്റി സിൻഡിക്കേറ്റിന്റെ തീരുമാനം നടപ്പാക്കണം. അനധികൃതമല്ല, ഇല്ലീഗൽ അല്ല. ഇല്ലീഗലായി പ്രവർത്തിക്കുന്നത് വൈസ് ചാൻസലർ. ഞങ്ങളുടെ സിൻഡിക്കേറ്റ് ലീഗൽ, രജിസ്ട്രാർ ലീഗൽ. ഇല്ലീഗലായി പ്രവർത്തിക്കുന്നത് വൈസ് ചാൻസലർ. വൈസ് ചാൻസലറുടെ നിർദ്ദേശാനുസരണം രജിസ്ട്രാറുടെ പ്രവേശനം തടയാനോ ആർക്കും നിയമപരമായ അധികാരമില്ല. സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ആയിട്ടാണ് കൂടിയത്. അതൊരു 16 സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം നാളെ കോടതിയിൽ വരുന്ന വിഷയമായ രജിസ്ട്രാറിന്റെ സസ്പെൻഷന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റ് ആണ് അത് കൊടുക്കേണ്ടത്. അതിന്റെ പേരിൽ അവർ റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് നമ്മൾ ഇന്ന് മീറ്റിംഗ് കൂടിയത്. അപ്പോൾ അവിടെ കൂടിയപ്പം അവർ പറഞ്ഞു അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. അപ്പം ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് ജുഡീസ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള
VC കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവർക്ക് അതിൽ കൂടെ പോയിക്കൊണ്ട് അത് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ധരിച്ചത്. അതായിരുന്നു അവരുടെ ആവശ്യവും. പക്ഷെ അവിടെ വെച്ച് അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റമിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത്. അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ്. സസ്പെൻഷൻ ഒഴിവാക്കാൻ ഹൈക്കോടതിയിലേക്ക് ഓടിയ രജിസ്ട്രാറോട് കോടതി ചോദിച്ചത് ഭാരതാംബയെക്കുറിച്ചാണ്. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന ചോദ്യം. കാവിക്കൊടി ഏന്തിയ ഏതോ സ്ത്രീ എന്ന് ആരോപിച്ചതും കോടതിയെ ചൊടിപ്പിക്കുകയായിരുന്നു. ഇതോടെ സസ്പെൻഷൻ റദ്ദാക്കാൻ പോയത് പുലിവാലാകുമോ എന്ന് രജിസ്ട്രാർക്കും പിന്തുണച്ച സിൻഡിക്കേറ്റിനും സംശയമായി. അസാധാരണം എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ഞായറാഴ്ച അടിയന്തര സിൻഡിക്കേറ്റ് ചേർന്നു. VC യോഗത്തിൽ നിന്ന് പോയതിനു ശേഷം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചതായി പ്രഖ്യാപിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റദ്ദാക്കുകയും സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ റദ്ദാക്കി തീരുമാനം കൈക്കൊള്ളുകയും അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി, സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ ചാൻസലർക്ക് അധികാരമില്ല എന്ന ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൂടുതൽ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം സിൻഡിക്കേറ്റ് ഡിസിഷൻ സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായി ഞങ്ങൾ കൈക്കൊണ്ട തീരുമാനം ശരിയാണ് എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് ഞങ്ങളെല്ലാം എത്തി നിൽക്കുന്നു. കോടതി ഹർജി പരിഗണിക്കുമ്പോൾ സസ്പെൻഷനിൽ അല്ലാത്തതിനാൽ ഹർജി പിൻവലിക്കുന്നു എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കലാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നത്. അതെല്ലാവർക്കും മനസ്സിലാകും. കോടതിയിൽ അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. രജിസ്ട്രാർ KS അനിൽകുമാർ പരാതി പിൻവലിക്കുന്നു. ഹർജി കോടതി തീർപ്പാക്കുന്നു. സിൻഡിക്കേറ്റ് തീരുമാനം കോടതി അംഗീകരിച്ചു എന്ന് VC വിരുദ്ധർ, അതായത് ഗവർണർ വിരുദ്ധർ വ്യാഖ്യാനിക്കുന്നു. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൈക്കൊണ്ട തീരുമാനമാണ് ശരി എന്ന നിലയിൽ തന്നെ കേരളീയ സമൂഹം ഇന്നത് അംഗീകരിക്കുകയും ചെയ്യുന്നു. താൽക്കാലിക വൈസ് ചാൻസലർമാർ കടന്നുവരികയും ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി, സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി രജിസ്ട്രാർ പോലുള്ള ഉയർന്ന പദവിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല. മോഹനൻ കുന്നുമ്മൽ അവധിയിൽ പോയതിനാൽ പകരം വന്ന വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസും തന്റെ റോൾ ഭംഗിയാക്കുന്നു. രജിസ്ട്രാർ സസ്പെൻഷനിലായതിനാൽ പകരം ചുമതല മുതിർന്ന ഓഫീസറായ ഡോക്ടർ മിനി കാപ്പന് നൽകുന്നു. ജോയിന്റ് രജിസ്ട്രാറെയും മാറ്റി പകരം ആളെ നിയമിക്കുന്നു. അങ്ങനെ മികവിന്റെ കേന്ദ്രമായ കേരള സർവകലാശാലയിൽ ഭരണ തലപ്പത്ത് 2 രജിസ്ട്രാർ, 2 ജോയിന്റ് രജിസ്ട്രാർ. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. സാധാരണ നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം. നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. സർവകലാശാലയിൽ ദിവസേന അരങ്ങേറുന്നത് വിദ്യാർത്ഥികളെ പരിഹസിക്കുന്ന നാടകങ്ങളാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായുള്ള സർട്ടിഫിക്കറ്റുകൾക്കായി കയറിയിറങ്ങുന്ന സർവകലാശാല ആസ്ഥാനം ഒരു ദിവസം SFI കൈയടക്കുകയും ചെയ്തു. പോലീസ് കൈയും കെട്ടി നോക്കി നിന്നപ്പോൾ SFIക്കാർ സർവകലാശാലയിൽ അഴിഞ്ഞാടി. VCയുടെ ഓഫീസിന് മുന്നിൽ വരെ എത്തിയ SFIക്കാരെ എന്തുകൊണ്ട് പോലീസ് തടഞ്ഞില്ല? അതീവ സുരക്ഷാ മേഖലയായ പരീക്ഷാ വിഭാഗം പോലുമുള്ള കെട്ടിടത്തിൽ ഇരച്ചു കയറാൻ സമരക്കാർക്ക് പോലീസിന്റെ കൈസഹായവും കിട്ടി. ആരൊക്കെ സർവകലാശാലയിൽ കയറിയിട്ടുണ്ടാവും ആർക്കറിയാം.
തോന്നിയ പോലെ എന്ത് വിന്യാസം കളിച്ചാൽ അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകാൻ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും അതിലേക്ക് മടങ്ങി വരുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. കേരളത്തിന്റെ അഭിമാനമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന RSS ഉദ്ദേശമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ രാജ്യത്ത് ഒരു മയിൽക്കുട്ടി പോലും ഉണ്ടാക്കാത്ത RSS ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്തിനാണ് തകർക്കുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിന്റെ തന്നെയോ ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത RSS വർത്തമാനകാലത്ത് ഈ രാജ്യം ഉണ്ടാക്കിയ എല്ലാ നന്മകളെയും തകർക്കാൻ ശ്രമിക്കുക. കേരള സർവകലാശാലയിൽ ചേരി തിരിഞ്ഞുള്ള പോര് നിർത്തണം. സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിലുള്ള പോരാണ് സർവകലാശാലയെ ആകെ നിശ്ചലമാക്കിയിരിക്കുന്നത്. ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പോലും ഇപ്പോൾ സമയമില്ല. രാവിലെ മുതൽ സമരങ്ങൾ കാണാൻ സർവകലാശാല കെട്ടിടത്തിന് മുകളിലാണ് ജീവനക്കാർ. KS അനിൽകുമാർ എന്ന രജിസ്ട്രാർ ഒപ്പിടുന്ന ഫയലുകൾ VC അംഗീകരിക്കുന്നില്ല. രജിസ്ട്രാറെ തടയണമെന്ന വൈസ് ചാൻസലറുടെ നിർദ്ദേശം ഇടത് അനുകൂലികളായതിനാൽ സുരക്ഷാ ജീവനക്കാരും അനുസരിക്കുന്നില്ല. പകരം ചുമതല കൊടുത്ത മിനി കാപ്പനോട് ഫയലുകൾ നോക്കാൻ VC ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഫയലുകൾ നിസ്സാരമല്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പന്താടുന്നത്. കാവ്യവൽക്കരണം വേണോ ചുവപ്പുവൽക്കരണം വേണോ എന്ന തർക്കത്തിനിടെ മറന്നു പോകുന്നത് വിദ്യാർത്ഥികളെയാണ്. ഈ ചക്കളത്തിപ്പോര് നാട് അംഗീകരിക്കുന്നില്ല. എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിന് കൈപൊള്ളി. വരുത്തിവെച്ച വിനയെന്നേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മത്സര പരീക്ഷ കഴിഞ്ഞ ശേഷം പരീക്ഷയുടെ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്ന അസാധാരണവും കേട്ടുകേൾവിയില്ലാത്തതുമായ തീരുമാനമാണ് തിരിച്ചടിച്ചത്. പ്രവേശന പരീക്ഷയായ കീമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് തന്നെ വൈകി. ദിവസങ്ങൾക്കുള്ളിൽ ഹൈക്കോടതി ഈ ലിസ്റ്റ് റദ്ദാക്കുകയും ചെയ്തു. കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിന് പിന്നാലെ മന്ത്രി പറഞ്ഞതാണിത്. ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത വാക്കുകൾ. തീരുമാനം തെറ്റെന്ന് മന്ത്രിസഭയിൽ പോലും അഭിപ്രായം വന്നതാണ്. സർക്കാരിന് പറ്റിയ അബദ്ധം എന്താണ്? എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പൊതുപ്രവേശന പരീക്ഷയുടെ മാർക്കിനൊപ്പം +2 പരീക്ഷയുടെ ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് മാർക്കുകളും ചേർത്ത് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് 2011 മുതൽ തുടങ്ങിയതാണ്. ഇങ്ങനെ റാങ്ക് പട്ടിക വരുമ്പോൾ കേരള സിലബസുകാർ ഉയർന്ന റാങ്കിൽ നിന്ന് പിന്തള്ളപ്പെടുന്നു എന്ന പരാതിയെ തുടർന്ന് പുതിയ രീതി പരീക്ഷിക്കാൻ തീരുമാനിച്ചതാണ് തിരിച്ചടിയായത്. CBSE സിലബസുകാർ കേരള സിലബസുകാരേക്കാൾ ഉയർന്ന റാങ്ക് നേടുന്നത് ശരിയാണെന്ന് പഴയ റാങ്ക് പട്ടികകളിൽ നിന്ന് വ്യക്തവുമായിരുന്നു. കേരള സിലബസുകാർക്ക് ആകെ സ്കോറിൽ 27 മാർക്ക് വരെ കുറയുകയും CBSEക്കാർക്ക് 7 മാർക്ക് വരെ കൂടുകയും ചെയ്യുന്നത് 2024 വലിയ പരാതിയായതാണ്. എന്നാൽ സർക്കാരിന് പിഴച്ചത് മാറ്റം വരുത്താൻ വൈകിയതാണ്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് പഴയ രീതി പറയുകയും റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് അതിൽ മാറ്റം വരുത്തിയതുമാണ് കോടതിയിൽ എതിർത്തതും കോടതി സർക്കാരിനെതിരെ ഉത്തരവിട്ടതും. ഒന്നും ചെയ്യാനാവാതെ സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നു. കേരള സിലബസുകാരെ രക്ഷിക്കാനായി നല്ല ഉദ്ദേശ്യത്തോടെ ചെയ്തതാണെന്നാണ് മന്ത്രിയുടെ വാദം. അത് ശരിയുമാണ്. പക്ഷേ എന്തിന് ഈ വൈകൽ? പ്രോസ്പെക്ടസ് അമെൻമെന്റിന് മുൻപ് തുടർന്നു പോന്നിരുന്ന ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതിയുടെ ഈ നിർദ്ദേശം AG അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഏറ്റവും പെട്ടെന്ന് നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. സർക്കാരിന്റെ മെല്ലെപ്പോക്കാണ് ഇവിടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നതായി മാറ്റിയത്. പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. റാങ്കിൽ വലിയ മാറ്റമാണ് വന്നത്. ആദ്യ റാങ്കുകൾ മാറി മറിഞ്ഞു. കേരള സിലബസുകാർ ഉയർന്ന റാങ്കിൽ നിന്ന് പുറത്തായി. ഒരു കാര്യം വ്യക്തമാണ്, എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിൽ കേരള സിലബസുകാർ പറയുന്ന പരാതി ശരിയായിരുന്നു. പക്ഷേ എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു മാർഗം ഇപ്പോഴും ഇല്ല.
കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. അപ്പോൾ നമുക്ക് അത് മുൻകൂട്ടി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് നമുക്ക് കേരളത്തിലെ കുട്ടികളുടെ കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ആരെങ്കിലും പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തൂ? സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യും? എൻട്രൻസ് കമ്മീഷണറേറ്റിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഒരു ചിന്തയുമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുകയാണ്. കുട്ടികളുടെ ഭാവി രക്ഷിക്കണം, സംരക്ഷിക്കണം. നിരവധി ആളുകൾ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. അത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുകയാണ്. വീഴ്ച സംബന്ധിച്ച് പരിഹാരം ഉണ്ടാക്കണം. ദുർവാശിയും അല്ല അത്തരത്തിലുള്ള അവരുടേതായ അവകാശവാദങ്ങളും അടിസ്ഥാനരഹിതമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും അതീവ ഗൗരവമേറിയ തകർച്ചയിൽ നിന്നും അനുദിന സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രൊഫഷണൽ കോളേജ് പ്രവേശനം കോടതി കയറിയിരിക്കുന്നു. മുൻപ് സ്വാശ്രയ കോളേജ് പ്രവേശനമായിരുന്നു മുൻ LDF UDF സർക്കാരുകളെ വെട്ടിലാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ സർക്കാരിൻ്റെ വൈകിയുണ്ടായ പരാതി പരിഹരിക്കലാണ് വിനയായത്. സ്വാഭാവികമായും നീതി നിഷേധിക്കപ്പെട്ട കേരള സിലബസ് വിദ്യാർത്ഥികൾ നിയമ പോരാട്ടം തുടരും. ഇത് സർക്കാരിന് വീണ്ടും തിരിച്ചടിയായാലും അത്ഭുതപ്പെടേണ്ടതില്ല. സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു കുട്ടിക്കും തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് നഷ്ടമുണ്ടാകരുത് എന്ന് കരുതി സതുദ്ദേശപരമായി ചെയ്ത കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതാനും വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു. ഡിവിഷൻ ബെഞ്ച് ആ വിധിയുടെ മേലെ അഭിപ്രായം പറയുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ സമയം വൈകിക്കാതെ നിലവിലുള്ള, അതായത് 2011 മുതൽ ഫോളോ ചെയ്യുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ഉണ്ടായത്. തീരുമാനത്തിൽ തെറ്റില്ലെന്ന് വാദിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും ന്യായീകരണം തുടരുകയാണ്. കേരള സിലബസുകാർക്കുള്ള അവഗണന ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവസാനം അവർക്ക് പ്രതീക്ഷ കൊടുത്ത് അതില്ലാതാക്കുകയും ചെയ്തു. സർക്കാർ കൂടെ നിൽക്കില്ലെന്ന് ഉറപ്പായതോടെ വിദ്യാർത്ഥികൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു. തീരുമാനമെടുക്കാതെ സർക്കാർ അടയിരുന്നതിന് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടി വന്ന വില, അതാണ് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ കാണുന്നത്. വീഴ്ച സർക്കാരിൻ്റേത് മാത്രമാണ്. BJPയുടെ നാവായി ശശി തരൂർ മാറുന്നു. ഒന്നും മിണ്ടാനാവാതെ കോൺഗ്രസ്. പുലിവാൽ പിടിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും. തരൂർ കോൺഗ്രസിനെതിരെ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും റെക്കോർഡ് ചെയ്തു വെച്ച് മറുപടി കൊടുക്കേണ്ടി വരികയാണ് നേതാക്കൾക്ക്. അദ്ദേഹം പ്രവർത്തക സമിതി അംഗമല്ലേ, മറുപടി നൽകേണ്ടത് ഹൈക്കമാൻഡാണ്. ഈ പല്ലവി ആവർത്തിച്ച് മടുക്കുമ്പോൾ കേരളത്തിലെ നേതാക്കൾ തരൂരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു പോകും. അതാണ് ഇപ്പോൾ പതിവായി നടക്കുന്നത്. തരൂർ മോദി സ്തുതി നടത്തുന്നത് ഇപ്പോൾ പുതുമയല്ല. മോദിയെ തരൂർ പ്രകീർത്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കോൺഗ്രസ് നേതാക്കൾക്കും ഇതറിയാം. ഇതിനിടെ കോൺഗ്രസിൽ കുളം കലക്കാൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് തരൂർ അവകാശപ്പെട്ടതോടെ നേതാക്കൾ മൗനം വെടിഞ്ഞു. വോട്ട് വൈബ് എന്ന ഏജൻസിയുടെ സർവേയിൽ UDFന് 2026 അധികാരത്തിലെത്താൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് സർവേയെ അനുകൂലിക്കാൻ കഴിഞ്ഞില്ല. സർവേയിൽ VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും മറികടന്ന് തരൂർ ഒന്നാമതെത്തിയതോടെ BJPയുടെ സർവേ എന്ന് പറഞ്ഞ് ഒഴിയേണ്ടി വന്നു കോൺഗ്രസിന്. കാരണം തരൂരിനായി നടത്തിയ സർവേ എന്ന് കോൺഗ്രസ് നേതാക്കൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടെത്തി. UDFിലും കോൺഗ്രസിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി
BJP ഉണ്ടാക്കുന്ന ചില നടപടികളാണ് ഇതെല്ലാം. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത്തരം സർവേകൾക്കൊന്നും ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതുപോലുള്ള പല പ്രവചനങ്ങളുമായിട്ട് ആളുകൾ ഇറങ്ങും. അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. അതിനെ BJPയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അപ്പോൾ ഞാൻ ഈ സർവേകളിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 4 തവണ തുടർച്ചയായി ജയിക്കാൻ കഴിഞ്ഞത് തനിക്കുള്ള ജനപിന്തുണയ്ക്ക് ഉദാഹരണമായി തരൂർ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 തവണ BJPയുടെ കടുത്ത മത്സരം മറികടന്നായിരുന്നു ജയം. കോൺഗ്രസിനും അപ്പുറം തനിക്ക് യുവ വോട്ടർമാരിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം തരൂരിനറിയാം. എന്നാൽ കോൺഗ്രസ് കൊടുത്ത പദവി എന്ന് പറഞ്ഞ് നേതാക്കൾ ഇതിനെ ലഘൂകരിക്കുകയാണ്. UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDF ആണല്ലോ മുഖ്യമന്ത്രിയാവുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവും. അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. കോൺഗ്രസ്സിൽ വിറക് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാളെ MLAമാരിൽ ആർക്കാണോ മുൻതൂക്കമുള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് വേറെ ആര് സർവേ നടത്തിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ചില ചട്ടക്കൂടുണ്ട്, അതനുസരിച്ച് കാര്യം നടക്കും. സർവേയുടെ കോലാഹലം തീരുന്നതിന് മുൻപ് തന്നെ തരൂർ അടുത്ത ലേഖനവുമായി എത്തി. അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള ലേഖനത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്നിട്ടും ഹൈക്കമാൻഡ് മൗനത്തിൽ. തരൂർ ഏത് പാർട്ടിയിലാണെന്ന് പോലും സംസ്ഥാന നേതാക്കൾ ചോദിച്ചു പോകുന്നു. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമൻറ്റും പറയുന്നില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാൻ ആ ലേഖനം വായിച്ചു, എനിക്ക് അഭിപ്രായമുണ്ട്. ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്, പക്ഷേ പറയുന്നില്ല. ഞാൻ പറയില്ല, ആ ഒരു കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും ഞാൻ പറയില്ല. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തോട് തീരുമാനമെടുത്ത് പറയുന്നത്. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒരു തരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാം. അദ്ദേഹം ഞങ്ങളെക്കാളൊക്കെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം വെക്കുകയോ ചെയ്യേണ്ടത് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾക്കിവിടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. പങ്കുവെച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് തലവെട്ടിക്കളയാൻ പറ്റത്തില്ല, അത് പറ്റില്ല. അത് തീരുമാനം എടുക്കേണ്ടവർ അവർ തീരുമാനിച്ചോളും. ആ തീരുമാനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയും. തരൂരിനെതിരെ എക്സിലാണ് ഹൈക്കമാൻഡിനായി നേതാക്കൾ മറുപടി നൽകുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരായ ലേഖനം പ്രിയങ്കയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാണിക്യം ടാഗോറിനെ പോലുള്ള നേതാക്കളാണ് പ്രതികരിക്കുന്നത്. പറക്കാൻ അനുവദിക്കൂ എന്ന് തരൂർ പറഞ്ഞതിനെ കളിയാക്കി BJPയുടെ തത്തയാണെന്ന പരിഹാസം. തരൂരിനെ എന്നും പിന്തുണച്ചവരാണ് സംസ്ഥാനത്തെ ലീഗ് നേതൃത്വം. ഹൈക്കമാൻഡുമായി ഉരസി നിന്നപ്പോൾ പോലും തരൂരിനെ ലീഗ് തള്ളിപ്പറഞ്ഞിരുന്നില്ല. അതൊന്നും വിഷയമല്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് തരൂരാകണത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കട്ടെ. പാർട്ടി തീരുമാനം എടുത്താൽ ഞങ്ങൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. തരൂർ എന്ത് കാണിച്ചാലും വാ തുറക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ എത്ര നാൾ മിണ്ടാതിരിക്കും? മോദി സ്തുതിയും കോൺഗ്രസ് വിമർശനവും തുടർന്നാൽ മറുപടി നൽകേണ്ടി വരിക കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ്. തരൂർ സെറ്റിട്ട് കഴിഞ്ഞു. കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയാണ് തരൂർ ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുവെന്നാണ് തരൂരിനായുള്ള സർവേ. തരൂരിന് തന്നെ അറിയാം മുഖ്യമന്ത്രി മോഹികളെക്കുറിച്ച്.
തനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ലെന്നും തന്നെ വേണ്ടാത്ത കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ തരൂരിന് പറയേണ്ടി വരുന്ന പല കാരണങ്ങളിൽ ഒന്നായി ഇത് മാറ്റാനും അദ്ദേഹത്തിനറിയാം.